കോൺഗ്രസും മുസ്ലിം ലീഗും കേരളത്തെ വർഗീയ പരീക്ഷണശാലയാക്കിയെന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിപക്ഷം. കോൺഗ്രസിന്റെയും UDF-ന്റെയും മതേതര കാഴ്ചപ്പാടിന് മോദിയുടെ സർട്ടിഫിക്കറ്റ് വേണ്ടെന്ന് VD സതീശൻ. കേരളത്തിന്റെയും മുസ്ലിം ലീഗിന്റെയും ചരിത്രം പ്രധാനമന്ത്രി പഠിക്കണമെന്നായിരുന്നു KC വേണുഗോപാലിന്റെ പ്രതികരണം. കേരളത്തിലുള്ള കേന്ദ്രവിഹിതം വെട്ടിക്കുറച്ചതിൽ പ്രധാനമന്ത്രിയോട് ചോദ്യങ്ങളുമായി സമൂഹമാധ്യമങ്ങളിൽ കേരള ആസ്ക് മോദി ക്യാമ്പയിനുമുണ്ടായി. വികസനത്തെ സംബന്ധിച്ച് ഒരക്ഷരം പോലും മിണ്ടാൻ പ്രധാനമന്ത്രി തയ്യാറായില്ലെന്ന് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. തിരുവനന്തപുരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിനെതിരെ കോൺഗ്രസ് രംഗത്ത്. കേരളത്തിൽ BJP-യുടെ തെരഞ്ഞെടുപ്പ് അജണ്ട വർഗീയത മാത്രമാണെന്ന് വ്യക്തമായെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. കോൺഗ്രസിന്റെയും UDF-ന്റെയും മതേതര കാഴ്ചപ്പാടിന് മോദിയുടെ സർട്ടിഫിക്കറ്റ് വേണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കേരളത്തിന്റെയും മുസ്ലിം ലീഗിന്റെയും ചരിത്രം പ്രധാനമന്ത്രി പഠിക്കണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. കേരളത്തിൽ വന്ന് വർഗീയത മാത്രം വിളമ്പാനായിട്ടൊരു പ്രധാനമന്ത്രി വരുന്നത് അങ്ങേയറ്റം നാണക്കേടാണ്. കേരളത്തിന്റെ ചരിത്രം ആദ്യം പ്രധാനമന്ത്രി പഠിക്കണം. കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ ചരിത്രവും പഠിക്കണം. കേരളത്തിനുള്ള വിഹിതവും മുണ്ടക്കൈ ചൂരൽമല സഹായവും ചൂണ്ടിക്കാട്ടി കേരള ആസ്ക് മോദി എന്ന ഹാഷ്ടാഗോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ചോദ്യങ്ങളുമായി സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ. മുൻ ധനമന്ത്രിയും CPIM നേതാവുമായ ഡോക്ടർ TM തോമസ് ഐസക് ഉൾപ്പെടെ ചോദ്യങ്ങളുമായി രംഗത്തെത്തി. വാഗ്ദാനങ്ങളുമായി BJP നിറഞ്ഞു നിന്നെങ്കിലും വികസനത്തെ സംബന്ധിച്ച് ഒരക്ഷരം പോലും മിണ്ടാൻ പ്രധാനമന്ത്രി തയ്യാറായില്ലെന്ന് മന്ത്രി V ശിവൻകുട്ടി കുറ്റപ്പെടുത്തി. തിരുവനന്തപുരത്തിന് ഒരു വികസന പദ്ധതിയും പ്രഖ്യാപിക്കാത്തതിനു പിന്നിൽ BJP ഗ്രൂപ്പിസമോ അതോ VV രാജേഷിനോടുള്ള എതിർപ്പോ എന്നും മന്ത്രി. BJP-യിലെ ഗ്രൂപ്പിസമാണോ മേയറെ ഒഴിവാക്കിയതിന് പിന്നിൽ, അതോ VV രാജേഷിനോടുള്ള വ്യക്തിപരമായ വിരോധമാണോ എന്ന് അറിയില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ വികസനത്തിനായി സമാഹരിച്ച വിവരങ്ങൾ ക്രോഡീകരിച്ച് പ്രധാനമന്ത്രിക്ക് കൈമാറിയെന്നും വികസന രേഖ പൂർത്തിയാക്കുന്നതിനായി തുടരാലോചനകൾ ആവശ്യമെന്നും മേയർ VV രാജേഷ്. ഞങ്ങൾക്ക് ഈ 15 ദിവസം കൊണ്ട് സമൂഹത്തിൽ നിന്ന് ചർച്ച ചെയ്ത് സമാഹരിക്കാൻ പറ്റിയ കാര്യങ്ങൾ അടങ്ങുന്ന ഒരു ഡ്രാഫ്റ്റാണ് കൊടുത്തത്. ഇനിയും ഈ കോൺക്ലേവുകളൂടി കഴിയുമ്പോഴാണ് അതിന്റെ ഏകദേശം പൂർണ്ണ രൂപമാകുന്നത്. തിരുവനന്തപുരത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച നഗരമാക്കാനുള്ള പിന്തുണയാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചതെന്നും VV രാജേഷ് അവകാശപ്പെട്ടു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.